പ്രിയൻ്റെ ഈ പറഞ്ഞ ചിത്രത്തിന് ശേഷമുള്ള വലിയൊരു ബ്രേക്ക് കിലുക്കം. വേണമെങ്കിൽ ആ സിനിമയിൽ വലിയ ബ്രേക്ക് കിട്ടിയ ഒരാളും കൂടിയുണ്ട്. അദ്ദേഹത്തിന് എന്തോ പ്രിയനോട് സംസാരിക്കാൻ താല്പര്യം. ചില ആളുകൾ 2 കൊല്ലം ഒക്കെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സംഭവം ചെയ്യുന്നത് പ്രിയൻ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതി കഴിയുന്നുള്ളതാണ്. ആ കിലുക്കം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലോട്ടറി കിട്ടിയതിന് ശേഷം ഞാൻ അഭിനയിക്കുമ്പോൾ നമ്മുടെ അടുത്ത് പ്രിയം കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. അത് കറക്റ്റാണ്, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇങ്ങനെ വേണം. അവസാനം ഞാൻ ലോട്ടറി കിട്ടി തലചുറ്റി വീണ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പ്രിയനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ അത് വേണ്ട, അതൊരു ആർട്ടിഫിഷ്യൽ ആവില്ലേ എന്ന് പറഞ്ഞപ്പോൾ പ്രിയം പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ. അത് തിയേറ്ററിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. തീർച്ചയായിട്ടും. അതായത് 2 സിനിമയാണ് ഞാൻ പറഞ്ഞത്. ഇന്നസിനോട് പറഞ്ഞ് എനിക്ക് വല്ല ഓർമ്മയുണ്ട്. നിങ്ങളില്ലെങ്കിൽ ഈ സിനിമ ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒന്ന് കിലുക്കവും ഒന്ന് ചന്ദ്രലേഖയും. 2 സിനിമയും സമയത്തോടെ ഞാൻ പറഞ്ഞു, ഇന്നസിന് സൗകര്യം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമ എടുക്കണം, കുറച്ച് മാറ്റി വയ്ക്കാം. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതുന്ന സമയത്ത് തന്നെ മനസ്സിൽ ചില മുഖങ്ങൾ ഉറച്ചു പോകും, ഇമേജസ് വരും. അതും തീർച്ചയായിട്ടും നമുക്ക് ഉറച്ചു പോകും. ആർട്ടിസ്റ്റുകൾ വരും. അതിങ്ങനെ പല സിനിമകൾ. അതായത് എനിക്ക് അത് വളരെയധികം സ്ട്രോങ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് ചിത്രത്തിലെ ശ്രീനിവാസൻ. എനിക്ക് ശ്രീനി അല്ലാതെ ആര് ചെയ്താലും അത് ശരിയാവില്ല എന്ന് വിശ്വാസമായിരുന്നു. അന്ന് അതേ റോള് വേണമെങ്കിൽ പലരെയും ഇടായിരുന്നു, പക്ഷെ എനിക്ക് ശ്രീനി തന്നെ വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് മനസ്സിനകത്ത് ഉറച്ചു പോകും ഇങ്ങനൊരു ആളാണത് കറക്റ്റ്. എന്നിട്ട് എഴുതുമ്പോൾ നമ്മൾ അവരെ മനസ്സിൽ കണ്ട് എഴുതും. ശ്രീനിയുടെയൊക്കെ ഒരു സാന്നിധ്യം പ്രിയനെ ഒരുപാട് സഹായിച്ചിരുന്നല്ലേ? തീർച്ചയായിട്ടും എന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ കൂടുതൽ ഒരു ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ് ശ്രീനി. കാര്യം വെച്ചാൽ ശ്രീനിയുടെ ഒരു ചിന്താഗതി, ശ്രീനിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള സെൻസ് ഓഫ് ഹ്യൂമർ, ശ്രീനിയെയും ഞാനുമായിട്ടുള്ള ചെയ്ത സിനിമകളിൽ ഞങ്ങൾക്കുണ്ടായ പൊരുത്തങ്ങൾ, ഐ മീൻ പല കാര്യങ്ങളിലും എനിക്കും ശ്രീനിക്കും തമ്മിൽ നമ്മളെപ്പോലെ ഒരാളെ കാണല്ലേ, അങ്ങനെയുള്ളൊരു സംഭവം. കൊമ്പത്തിലുള്ള അപ്പക്കാളയുടെ ഒരു ചിരിയൊക്കെ ഉണ്ട്. അതെ, അതൊക്കെ എനിക്കൊന്ന് ശ്രീനിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതെ, തീർച്ചയായിട്ടും. അതായത് അതിന് മുഴുവൻ എഴുതിയിട്ട് ഷൂട്ട് ചെയ്ത്, നേരത്തെ പറഞ്ഞില്ലേ എഴുതാതെ ഷൂട്ട് ചെയ്യുന്നത്, തേന്മാവിൻ കുമ്പത്ത് ആദ്യാവസാനം എഴുതി തീർത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഞാൻ. അപ്പം ശ്രീനിയോട് ഈ ക്യാരക്ടേഴ്സ് പറയുമ്പോഴും ഒക്കെ ശ്രീനി ചില സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീനി പ്രിയ ഇങ്ങനൊരു ഷോട്ട് കൂടെ എടുത്തോളൂ എന്ന് പറയും. അതെന്താ വെച്ചാൽ സാധാരണ ശ്രീനി പറഞ്ഞ് ഞാൻ വേറൊരു ഡയറക്ടറോട് അങ്ങനെ പറയില്ല. എന്നുവെച്ചാൽ നിന്നോടത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല എനിക്കത് ഉടനെ മനസ്സിലാവുകയും ചെയ്യും എന്തിനാണത് പറയുന്നത്. പക്ഷേ ശ്രീനി പിന്നീട് പ്രിയയിൽ നിന്ന് അകന്നകന്നകന്ന് പോയോ? ഇല്ല, ശ്രീനി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ആക്ച്വലി കുറേ നാൾ സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്ത് ശ്രീനി ഇല്ല, ശ്രീനി ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് പറയാം ഏകദേശം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 5-6 വർഷം മലയാള സിനിമ ചെയ്യാത്തൊരു സമയം. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് ശ്രീനിവാസൻ മറ്റൊരു ശ്രീനിവാസനായി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് എവിടുന്ന അത് വിളിക്കുന്നു. അതിനുശേഷം ഞാൻ ഇടുന്ന സമയത്ത് ശ്രീനി പറയുന്നത് വെച്ചാൽ, താല്പര്യങ്ങൾ പഴയതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇപ്പോൾ പഴയ താല്പര്യങ്ങളില്ല. പഴയ താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ വെറും സിനിമ മാത്രമായിരുന്നു. ഇന്ന് എൻ്റെ താല്പര്യങ്ങൾ സിനിമയ്ക്ക് പുറമേ മറ്റ് ചില കാര്യങ്ങളിലേക്കും കൂടെ മാറിയിരിക്കുന്നു. അങ്ങനെ എനിക്കും അങ്ങനെ ചില മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു സമയം കഴിഞ്ഞപ്പോൾ സിനിമ മാത്രമല്ല എനിക്കിപ്പോൾ പ്രിഫറൻസ്. ഞാൻ സിനിമയില്ലാതെ വേറെ ഒരുപാട് ആർട്ട് ഫിലിംസ്, മറ്റ് കൊമേഴ്സ്യൽസ്, മറ്റ് ആക്ടിവിറ്റീസ് ഒരുപാട്. ഞാൻ എന്നോട് ചോദിച്ചതല്ല, ഞാൻ ഒരുപാട് സിനിമയല്ലേ, പിന്നെ പ്രിയന്റെ ആത്മാവ് സിനിമ തന്നെയല്ലേ. ഈ ആർട്ട് ഫിലിംസും അതൊന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരുപാട് സമയം ഒരു കുഷ്ഠരോഗ നിവാരണം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഐ എം ദി ബ്രാൻഡ് അംബാസിഡർ ഓഫ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ലെപ്രസി ഇറാഡിക്കേഷൻ യൂണിറ്റ് കോൾ റൈസിംഗ് സ്റ്റാർ മാരിയറ്റ് ഹോട്ടലിൽ. സോ അതിലൊക്കെ ഞാൻ കുട്ടികളുടെ കൂടെയൊക്കെ സ്കൂളിൽ പോകാറുണ്ട്. അവരുടെ സ്കൂളിൽ പോയി കണ്ടു, അവരെ കാണുമ്പോൾ എനിക്ക് വേറൊരു, അതുകൊണ്ട് മറ്റേതെന്ന് വെച്ചാൽ സിനിമ എന്ന് മാത്രമേ ചിന്തയുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വേറെയും പല കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരും പിന്നീട് കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ രണ്ടുപേരുടെയും സ്വഭാവത്തിലും താല്പര്യങ്ങളിലും വലിയൊരു മാറ്റം വന്നതുകൊണ്ട് സംഭവിച്ചു പോയ, അനിവാര്യമായി സംഭവിക്കുന്ന ഒരു അകൽച്ച, അല്ലെങ്കിൽ അതൊരു അകൽച്ച എന്ന് പറയാൻ പറ്റില്ല, എന്താ പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഇല്ലായ്മ ഇപ്പം തൽക്കാലം നടക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചു. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ
എൻ്റെ തന്നെ നമ്മുടെ തന്നെ പഴയ ടീമിലുണ്ടായിരുന്ന പലരും തമ്മിൽ മനസ്സുകൊണ്ട് യോജിപ്പില്ലെന്ന്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെയൊക്കെ യോജിപ്പിച്ചെടുത്ത് ഞാൻ അവരെയൊക്കെ പ്രിയന്റെ ഡിപ്ലോമസി അവരെയൊക്കെ യോജിപ്പിച്ചെടുത്ത് അവരെല്ലാം ഒരുമിച്ച് ഞാൻ പ്രിയം പറഞ്ഞ ഞാൻ മലയാളത്തിൽ ഇപ്പം ബ്രിട്ടാസിനോട് പറയാം, ഇതൊരു അനൗൺസ്മെന്റ് ആണ്. ഐ എം ഗോയിങ് ടു ഡു എ ഫിലിം ലൈക്ക് ദാറ്റ്. ഞാൻ വീണ്ടും ഒരു മമ്മൂട്ടിയും ലാൽ, മമ്മൂട്ടി, ശ്രീനിവാസൻ, മുകേഷ് പോലുള്ള ആളുകളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ടൊരു സിനിമ ചെയ്യാൻ ഉള്ള ശ്രമത്തിലാണിപ്പോൾ. ലാലിനെയും ശ്രീനിവാസനെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടിരിച്ചു ഒരു സിനിമ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ലാലും ശ്രീനിവാസനും തമ്മിൽ അകന്നു പോയി എന്നുള്ള കാര്യം പ്രിയം മനസ്സിലായി. അവർ കുറച്ച് നാളായിട്ട് അവരുടേതായ പേഴ്സണലായിട്ട് ചില പ്രശ്നങ്ങൾ കാരണം അവരൊരുമിച്ച് സിനിമ ചെയ്യുന്നില്ല. ഒരുപാട് ആൾക്കാർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അകൽച്ച പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാം. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി അതിനെല്ലാം ഞങ്ങൾ JB ജംഗ്ഷൻ്റെ നേതൃത്വത്തിലും പ്രേക്ഷകരും എല്ലാവിധ ഭാവങ്ങളും നേരുക. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു ഡു ഇറ്റ്.